ഹായ് ഗായ്സ്, സയൻസ് വ്ലോഗേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂരിലുള്ള ഇരിട്ടിയിലാണ് കേട്ടോ. ഇങ്ങനൊരു മീറ്റപ്പ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതും പ്ലാൻ ചെയ്യണതുമാണ്. പക്ഷേ ഇപ്പോഴാണ് അതിന് പറ്റിയൊരു സമയം ഒത്തു വന്നത്. എന്തായാലും ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. കണ്ണൂർ വരെയൊക്കെ കാര്യമായിട്ട് വന്നതല്ലേ. നല്ല മഴയായിപ്പോയി, നേരത്തെ ഇറങ്ങിയാൽ മതിയല്ലേ. ഈ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഗോപികേൻ്റെ അമ്മ കേട്ടോ. ആൻറ്റി പറഞ്ഞത് ആക്ച്വലി കറക്റ്റാണ്. അത്യാവശ്യം മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. പക്ഷെ എന്നാലും സിദ്ധാർത്ഥൻ എന്തൊക്കെയോ പ്രീ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങളെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലായിട്ട് സിദ്ധാർത്ഥൻ ചൂണ്ടിക്കാണിക്കണതാണ് നമ്മുടെ ഇരിട്ടി പാലം. അത്യാവശ്യം ചരിത്ര പ്രാധാന്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. 1933 ബ്രിട്ടീഷുകാർ പണിത ഒരു പാലാണിത്. അതിൻ്റെ മേലപ്പോൾ ചെറുതായിട്ടെന്തോ പൊട്ടിയെന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. സോ ഞങ്ങളുടെ ഡിസ്കഷൻസ് മൊത്തം അതിനെ പറ്റിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കാഞ്ഞിരക്കൊള്ളിക്ക് വിട്ടു. ഈ ഒരു കാഞ്ഞിരക്കൊള്ളി എന്ന് പറയുന്ന സ്ഥലം അറിയാത്ത കണ്ണൂരുകാരുണ്ടാവില്ല കേട്ടോ. കണ്ണൂർക്ക് പോണവരെല്ലാവരും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാനും മറക്കരുത്. ആക്ച്വലി 10 കിലോമീറ്റർ റേഡിയസിൽ 20-ലധികം ഡെസ്റ്റിനേഷൻസ് ഉള്ള കണ്ണൂരത്തെ ഒരേ ഒരു പ്ലേസ് ആണ് കാഞ്ഞിരക്കൊള്ളി. ഈ ഒരു സ്ഥലം ആക്ച്വലി നമ്മുടെ കേരള കർണാടക ബോർഡറിലുള്ള ഒരു ഹിൽ സ്റ്റേഷൻ ആണെന്ന് തന്നെ പറയാം കേട്ടോ. നമ്മുടെ കർണാടകയിലെ കൂർഗ് ഫോറസ്റ്റ് ആയിട്ട് ഇത് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു വില്ലേജ് വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഒരു പാർട്ട് കൂടിയാണ്. ഇനി ഇതൊന്നും അല്ലാതെ കാഞ്ഞിരക്കൊള്ളിനെ പറ്റിയിട്ട് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മൂന്നാർ ഇരവിക്കുളം ഭാഗത്ത് മാത്രം കണ്ടുവരുന്ന നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞ പൂവില്ലേ, ഈ പൂവ് ആക്ച്വലി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കുള്ളൂ. സോ ആ ഒരു പൂവ് നമ്മുടെ കാഞ്ഞിരക്കൊള്ളിയിലും കണ്ടുവരുന്നുണ്ട് എന്നാട്ടോ പറയുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ കാഞ്ഞിരക്കൊള്ളിയിലെ അളകാപുരി വാട്ടർഫാൾസിലേക്കാണ്. ആക്ച്വലി ഞങ്ങൾ ശശിപ്പാറ കൂടി പ്ലാൻ ചെയ്തായിരുന്നു. ഇവിടുന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ഒരു ദിവസത്തിൽ കവർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞിരുന്നു. ഇതുകൊണ്ട് 5 മണിക്ക് ശേഷമായിട്ട് ശശിപ്പാറയ്ക്ക് നമുക്ക് കയറാൻ പറ്റില്ല. കുറച്ച് വൈൽഡ് ആനിമൽസൊക്കെ ഉള്ള ഏരിയ എന്ന് തോന്നുന്നു. സോ ഞങ്ങൾക്ക് ആ സ്ഥലം മിസ്സായി. പക്ഷേ ഇനി പോകുന്നവർ എന്തായാലും അതുകൂടി നോക്കിയിട്ടൊന്ന് നേരത്തെ പ്ലാൻ ചെയ്യണേ. നമ്മൾ ഈ പറഞ്ഞ വാട്ടർഫാൾസിലെത്താൻ അത്യാവശ്യം കുറേ നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ ആ നടക്കുന്ന വഴിയൊക്കെ ഭയങ്കര രസമായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു നടത്തം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ അളകാപുരി വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ യാത്രയിൽ മുഴുവൻ സംസാരിക്കായിരുന്നു ഇവിടെ ഇങ്ങനെ ആന ഇറങ്ങുമോ പുലി ഇറങ്ങുമോ എന്നൊക്കെ. പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഈ സമയത്തൊന്നും ഇറങ്ങില്ല. പിന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു വാട്ടർഫാൾസിന് സാധാരണ ഉള്ളതിനെക്കാട്ടിലും ഫോഴ്സ് കുറച്ച് കുറവാട്ടോ. ആ വെള്ളം ഒഴുകി വരുന്ന കണ്ടാൽ തന്നെ അറിയാം. കുറച്ചിങ്ങനെ സ്റ്റെപ്പായി വരുന്നുണ്ട്. കുറച്ച് സേഫായ സ്ഥലമാണ്. പിന്നെ താഴെ അതിൻ്റെ ചോട്ടിൽ നിൽക്കാനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ അത്യാവശ്യം കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. എല്ലാവരും നല്ല നനഞ്ഞു കുളിച്ചിട്ടാണ് അവിടെ നിന്ന് കയറിയത്. പിന്നെ പോരാത്തതിന് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അവിടെ അത്യാവശ്യം അട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സാനിറ്റൈസർ കയ്യിൽ വെച്ച് അവിടെ പോയാൽ കുറച്ചുകൂടി നല്ലതാവും. ഞങ്ങളാണെങ്കിൽ റോഡ് സൈഡിലൊരു കടയിൽ നിർത്തിയിട്ടൊക്കെയാണ് സാനിറ്റൈസർ വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് നല്ല അടിച്ച് പൊളിച്ചു. ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ട്രിപ്പ് പോകാമെന്നുള്ളത്. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡായി ഞങ്ങൾക്ക് വരികയും ചെയ്തു. സോ ഇന്നത്തെ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ട് ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.